എത്രത്തോളം സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്ന ചോദ്യമാണ് അടിസ്ഥാനപരമായി നാം ചോദിക്കേണ്ടത്. ആ വികാരങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായതുകൊണ്ടാണ് സ്ത്രീ പീഡനങ്ങൾ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധം ഈ സന്ദർഭത്തിൽ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. എനിക്ക് തോന്നുന്നത് സ്ത്രീ പീഡനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് തീർച്ചയായും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം പറയേണ്ടതുണ്ട് എന്നാണ്. അമേരിക്കയിലെ ബലാത്സംഗത്തിന്റെ കണക്കുകളെ കുറിച്ച് നമുക്കറിയാം. അമേരിക്കയിൽ ബലാത്സംഗം നടക്കുന്നത്, മാനഭംഗം നടക്കുന്നത് 1 മിനിറ്റിൽ 3 മാനഭംഗങ്ങൾ എന്ന തോതിൽ 1 മിനിറ്റിൽ 3 മാനഭംഗങ്ങൾ എന്ന തോതിൽ സ്ത്രീകൾക്കു നേരെ അതിക്രമങ്ങൾ നടക്കുന്ന പ്രദേശമാണ് അമേരിക്ക. ചോദ്യം എന്തുകൊണ്ടിതുണ്ടാകുന്നു എന്നാണ്. അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ഓരോ മിനിറ്റിലും 3 ബലാത്സംഗങ്ങൾ നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഈ പറഞ്ഞ ആമുഖത്തിൽ തന്നെയുണ്ട്. അമേരിക്ക ഒരു മുതലാളിത്ത രാഷ്ട്രമാണ്. അമേരിക്കക്കാരന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് മുതലാളിത്തത്തിന്റെ പ്രചാരണങ്ങളാണ്. ശുദ്ധ ഭൗതികവാദമായ മുതലാളിത്തം ദൈവത്തിലുള്ള വിശ്വാസവും പരലോകത്തെ സംബന്ധിച്ച ബോധവും മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് അടർത്തിയെടുക്കുകയും തന്നെപ്പോലെ തന്റെ സഹജീവികളായ സ്ത്രീകൾക്കുമേൽ തന്റെ കയ്യൂക്ക് പ്രയോഗിച്ചാൽ പടച്ചതമ്പുരാൻ നാളെ ചോദിക്കുമെന്ന ബോധം അവരുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അടിസ്ഥാനപരമായി അവിടെ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നത്. അമേരിക്കയുടെ ചരിത്രം വായിക്കുന്നവർക്ക് കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. 1893 അമേരിക്കയിൽ ചിക്കാഗോ വേൾഡ് എന്ന് പറയുന്ന ഒരു കമ്പനി അവിടെ കൊളംബിയൻ എക്സ്പോ എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ആ കൊളംബിയൻ എക്സ്പോ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട എക്സിബിഷനിൽ ഈ ചിക്കാഗോ വേൾഡ് എന്ന് പറയുന്ന കമ്പനി അവിടെ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബെല്ലി ഡാൻസ് പരസ്യമായി പ്രദർശിപ്പിച്ചു. ഇത് വളരെ ഗൗരവത്തോടുകൂടി നാം കേൾക്കേണ്ട ഒരു ചരിത്രമാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുണിയുരിഞ്ഞ് ഒരു പെണ്ണ് നൃത്തമാടുന്നത് 1893 സംഘടിപ്പിക്കപ്പെട്ട കൊളംബിയൻ എക്സ്പോസിഷനിലാണ്. ഈ കൊളംബിയൻ എക്സ്പോസിഷനിൽ അവിടെ അരങ്ങേറിയ ബെല്ലി ഡാൻസിനു ശേഷം അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അനേകം നൃത്ത പരിപാടികൾ, സ്ത്രീ നഗ്നത പ്രദർശിപ്പിക്കുന്ന നൃത്ത പരിപാടികൾ അമേരിക്കയിലുടനീളം അരങ്ങേറി. ഈ നൃത്ത പരിപാടികൾ നടത്തിയതോടുകൂടി പെണ്ണംഗതയുടെ പ്രദർശനം ഒരു വലിയ ലാഭകരമായ വ്യവസായമാണ് എന്ന തിരിച്ചറിവ് മുതലാളിത്തത്തിനുണ്ടായി. ആ തിരിച്ചറിവിൽ നിന്നാണ് പോണോഗ്രാഫി ഇൻഡസ്ട്രി പിറക്കുന്നത്. ഇവിടെ സ്ത്രീകളുടെ സഹോദരിമാരുടെ ശരീരത്തിന്റെ വടിവാർന്ന ചിത്രങ്ങൾ സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പുരുഷന്റെ കണ്ണുകളെ ലൈംഗികമായി പ്രചോദിപ്പിച്ച് ലാഭം കൊയ്യാൻ കഴിയുമെന്ന് ഈ കൊളംബിയൻ എക്സ്പോസിഷനിൽ നിന്ന് മനസ്സിലാക്കിയ അമേരിക്കയിലെ വൻകിട കമ്പനികൾ പിന്നീട് ചെയ്തത് സ്ത്രീകളുടെ ചിത്രങ്ങൾ, ഈ രീതിയിലുള്ള നഗ്ന ചിത്രങ്ങൾ സുലഭമായി അച്ചടിക്കപ്പെടുന്ന പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുകയാണ്. ആ പ്രസിദ്ധീകരണങ്ങൾ ഓരോ അമേരിക്കക്കാരന്റെ കൈകളിലും എത്തി. ഓരോ അമേരിക്കക്കാരന്റെ കൈകളിലും ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ പോണോഗ്രഫിക്ക് അടിമകളാകുന്ന സ്ഥിതിവിശേഷം അമേരിക്കൻ പൗരന്മാർക്ക് വന്നുപെട്ടു. അതിനുശേഷമാണ് ഈ അടുത്ത കാലത്താണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്റർനെറ്റ് ഒരാഗോള പ്രതിഭാസമാകുന്നത്. ഇന്റർനെറ്റ് ആഗോള പ്രതിഭാസമായതോടുകൂടി പുസ്തകങ്ങളിലും മാസികകളിലും ചില ടെലിവിഷൻ സിനിമകളിലും ഒതുങ്ങി നിന്നിരുന്ന പോണോഗ്രാഫി വ്യവസായം ഇന്റർനെറ്റിലേക്ക് പടർന്നു കയറുകയും ഇന്റർനെറ്റിൽ ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിക്കാൻ വേണ്ടി, വ്യത്യസ്ത തരം ലൈംഗിക പേക്കൂത്തുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒരുങ്ങി നിൽക്കുകയും ചെയ്തു. ഓരോ അമേരിക്കക്കാരനും ദിവസവും വെള്ളം കുടിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ പോണോഗ്രാഫി ഇൻഡസ്ട്രി പുറത്തുവിടുന്ന ഇത്തരത്തിലുള്ള അനേകം ചിത്രങ്ങളും ചലച്ചിത്രങ്ങളും കണ്ടുകൊണ്ടാണ് തന്റെ ജീവിതം തള്ളി നീക്കുന്നത്. ഇത് അവരിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണ്, ആ ഇമ്പാക്ട് എന്താണ് എന്ന് അമേരിക്കയിൽ വളർന്നു വന്ന ഈ പോണോഗ്രാഫി വ്യവസായത്തെക്കുറിച്ച് പഠിച്ചവരെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത്, ഈ ചിത്രങ്ങൾ കണ്ട് ഓരോ അമേരിക്കക്കാരനും തോന്നിത്തുടങ്ങുകയാണ് ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരു വസ്തു മാത്രമാണ് സ്ത്രീ എന്ന്. തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ സ്ത്രീയും
തന്റെ ലൈംഗിക ദാഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വസ്തു മാത്രമാണ് എന്ന വിചാരം അമേരിക്കൻ പൗരന്മാരുടെ മനസ്സിലേക്ക് കടന്നുകൂടുന്നു. അമേരിക്കക്കാർക്കിടയിൽ നടത്തിയ സർവേകൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് സംബന്ധമായി പുറത്തുവിട്ടത്. അമേരിക്കയിലെ ഹൈസ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ബലാത്സംഗത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞത് നിയമത്തിന്റെ പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ, പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ കഴിയുമെങ്കിൽ, കോടതികളുടെ മുന്നിലെത്താതെ രക്ഷപ്പെടുമെങ്കിൽ, അതിന്റെ പേരിൽ ശിക്ഷയൊന്നും അനുഭവിക്കേണ്ടി വരില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലാത്സംഗത്തിന് താല്പര്യമുണ്ട് എന്നാണ്. ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ സ്ത്രീയെയും കേവലം ഒരു ലൈംഗിക വസ്തു മാത്രമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ആ സ്ത്രീക്കുമേൽ തങ്ങളുടെ ലൈംഗിക ദാഹം തീർക്കുന്നത് ഒരു തെറ്റല്ല എന്നവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ലൈംഗിക ദാഹം തീർത്ത് ആ പെണ്ണിനെ പീഡിപ്പിച്ചുകൊണ്ടാണെങ്കിലും പുറത്തേക്കിറങ്ങിയാൽ രാഷ്ട്രത്തിന്റെ ക്രിമിനൽ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ബലാത്സംഗത്തിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന മറുപടിയാണ് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും നൽകിയത്. ഇത് ഒരു മാനസികാവസ്ഥയാണ്. പോണോഗ്രാഫി ഇൻഡസ്ട്രി സൃഷ്ടിച്ചുവിട്ട പെണ്ണഗ്നതയുടെ ചിത്രങ്ങളും പല രീതിയിലുള്ള ചലച്ചിത്രങ്ങളും അവരുടെ മനസ്സിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഈ സർവേ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നത്. വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1980കളോടുകൂടി അമേരിക്കൻ ഗവൺമെന്റ് ഈ പ്രശ്നത്തെക്കുറിച്ച് ഗൗരവതരമായി പഠിക്കാൻ തുടങ്ങി. 1986 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗൻ ഈ പോണോഗ്രാഫി ഇൻഡസ്ട്രി അമേരിക്കൻ പൗരന്മാരിൽ സൃഷ്ടിക്കുന്ന ലൈംഗികമായ ആക്രമണ ത്വരയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത്. അമേരിക്കയിലെ അറ്റോർണി ജനറലിന്റെ നേതൃത്വത്തിൽ നിയമിക്കപ്പെട്ട ആ കമ്മീഷൻ സുദീർഘമായ പഠനങ്ങൾക്ക് ശേഷം 1986 തന്നെ 2000ഓളം പേജ് വരുന്ന ഒരു പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. ആ പഠന റിപ്പോർട്ടിൽ അമേരിക്കയുടെ അറ്റോർണി ജനറൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, സ്ത്രീ നഗ്നതയുടെ പ്രദർശനം, അത് പ്രദർശിപ്പിക്കപ്പെടുന്ന പരസ്യങ്ങൾ, അത് കടന്നുവരുന്ന സിനിമകൾ, അതുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ, ഈ പോണോഗ്രാഫി ഇൻഡസ്ട്രിയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള വെബ്സൈറ്റുകൾ, അതിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന മാഗസിനുകൾ, ജേണലുകൾ, ഇവയെല്ലാമാണ് അമേരിക്കയിൽ ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന അറ്റോർണി ജനറൽ ഡൊണാൾഡ് റീഗൻ സമർപ്പിച്ച വളരെ പ്രശസ്തമായ റിപ്പോർട്ടിൽ 1986 പുറത്തു വന്ന റിപ്പോർട്ടിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗൗരവതരമായ വിഷയമതല്ല. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമേരിക്കയിലെ പോണോഗ്രാഫി ഇൻഡസ്ട്രിയുടെ ബുദ്ധിരാക്ഷസന്മാർ ചെയ്തതെന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? അവിടെയുള്ള സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മാസികകളുടെ അസോസിയേഷൻ അമേരിക്കയിലുള്ള ഒരു പബ്ലിക് റിലേഷൻസ് കമ്പനിയെ, ഗ്രേ ആൻഡ് കമ്പനി എന്നറിയപ്പെടുന്ന പബ്ലിക് റിലേഷൻസ് കമ്പനിയെ വൻ തുക കൊടുത്ത് വാടകക്കെടുത്തു. ഡൊണാൾഡ് റീഗൻ നിശ്ചയിച്ച അറ്റോർണി ജനറലിന്റെ കമ്മീഷന് ചെലവായ തുകയുടെ ഇരട്ടി തുക ചെലവഴിച്ചുകൊണ്ടാണ് അമേരിക്കയിലെ ഈ പ്രസിദ്ധീകരണങ്ങൾ, സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരുപാട് മാസികകളുടെ അസോസിയേഷൻ ഗ്രേ ആൻഡ് കമ്പനി എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻസ് ഫേമിനെ വാടകക്കെടുക്കുന്നത്. അങ്ങനെ വാടകക്കെടുത്ത ഈ ഗ്രേ ആൻഡ് കമ്പനി എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻസ് ഫേമിനോട് ഇവർ ആവശ്യപ്പെട്ടത് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കണം, ഈ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ് എന്ന്. പോണോഗ്രാഫി ഇൻഡസ്ട്രി പുറത്തുവിടുന്ന ചിത്രങ്ങൾ കണ്ടിട്ടാണ് ജനങ്ങൾ ലൈംഗികമായി അക്രമാസക്തരാകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ഈ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ് എന്നും അത് കേവലമായ ഭാവനകളാണ് എന്നും, അമേരിക്കയിൽ ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള ചിത്രങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നും മീഡിയയെ ഉപയോഗിച്ച് നിങ്ങൾ അമേരിക്കയിലെ ജനങ്ങളെ പഠിപ്പിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വ്യവസായം അമേരിക്കക്കാരുടെ ജനരോഷത്തിൽ കത്തിച്ചാമ്പലായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പബ്ലിക് റിലേഷൻസ് ഫേമിന് അവർ വാടകെടുക്കുന്നതും പിന്നീട് അമേരിക്കൻ മീഡിയയിൽ അതിസമർത്ഥമായി ഈ ആശയങ്ങൾ സമർപ്പിക്കപ്പെടുന്നതുമാണ് നാം കാണുന്നത്. അമേരിക്കൻ മീഡിയയിൽ അറ്റോർണി ജനറലിന്റെ റിപ്പോർട്ടിനെ പരിഹസിക്കുന്ന, അത് വ്യാജമാണ് എന്ന് പറയുന്ന, അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്ന നൂറുകണക്കിന് ലേഖനങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെടുകയും ആ ലേഖനങ്ങൾ അമേരിക്കൻ പൊതുമനസ്സിനെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയും പോണോഗ്രാഫി ഇൻഡസ്ട്രിക്കെതിരെ ഉയർന്നു വന്നിരുന്ന ജനവികാരത്തെ
താൽക്കാലികമായെങ്കിലും ഊതിക്കെടുക്കാൻ അതിന് കഴിയുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യത്തെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതുണ്ട്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ സമൂഹത്തിലെ പുരുഷന്മാരെ ഈ രീതിയിലുള്ള വൈകൃതങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഭീമൻ വ്യവസായ കുത്തകകൾ എത്ര ആസൂത്രിതമായാണ് തങ്ങളുടെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, അമേരിക്കയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിരുന്നു. അമേരിക്കയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നാം വാചാലരായിരുന്നു. യൂറോപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് നെടുവിശ്വാസങ്ങൾ അയച്ചിരുന്നു. എന്നാൽ നമ്മുടെ കേരളം അമേരിക്കയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ അമേരിക്കയായിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളവൽക്കരണം എന്ന ഓമനപ്പേരിൽ നമ്മളെല്ലാവരും ആഘോഷിച്ചിട്ടുള്ള സാംസ്കാരിക പ്രക്രിയ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അമേരിക്കയെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് എന്ന വസ്തുതയെ ഗൗരവത്തോടുകൂടി കാണാൻ നമുക്ക് കഴിയണം. അമേരിക്കക്കാരന്റെ അതേ കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ടെലിവിഷനുകൾ സംപ്രേഷണം ചെയ്യുന്ന സിനിമകളും പരിപാടികളും നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് സ്ത്രീനഗ്നതയുടെ വ്യത്യസ്തമായ ചിത്രങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പൗരന്മാരിൽ നിന്ന് ഏറെയൊന്നും വ്യത്യസ്തമല്ലാത്ത രീതിയിൽ കാമപൂർത്തീകരണത്തിനുള്ള കേവലം ഒരു വസ്തു മാത്രമായി സ്ത്രീയെ മനസ്സിലാക്കുകയും നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ അതിനുപയോഗിക്കാമെന്ന് കരുതുകയും ചെയ്യുന്ന മാനസിക രോഗത്തിലേക്ക് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരടക്കം പരാവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീരെ ശുഭകരമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലടക്കം പോണോഗ്രാഫി മാഫിയകൾ പ്രവർത്തിക്കുന്നു എന്നും അവർ സെക്സ് ഇൻഡസ്ട്രികൾ നടത്തുന്നു എന്നും അതിനിരകളായ പെൺകുട്ടികൾ കേരളത്തിൽ പോലും ഉണ്ട് എന്നും അവരിൽ പലരുടെയും ആത്മഹത്യാ വാർത്തകൾ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഞെട്ടലോടുകൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അമേരിക്കയെപ്പോലെ കേരളത്തിലും ബലാത്സംഗങ്ങൾ സർവ്വസാധാരണമാകാൻ പോകുന്ന അവസ്ഥാവിശേഷമാണ് വന്നു ചേരുന്നത്. 2012 വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. 2012 ആദ്യത്തെ 11 മാസക്കാലം കേരളത്തിൽ നടന്ന ബലാത്സംഗങ്ങളുടെ എണ്ണം, കേരളത്തിൽ നടന്ന മാനഭംഗങ്ങളുടെ എണ്ണം 1600 കവിയുമെന്ന വസ്തുത ഞെട്ടലോടുകൂടി നാം മനസ്സിലാക്കണം. 1600-ൽ പരം മാനഭംഗങ്ങളാണ് 2012 ആദ്യത്തെ 11 മാസങ്ങൾക്കിടയിൽ ഈ നമ്മുടെ സാക്ഷര സുന്ദര പ്രബുദ്ധ കേരളത്തിനകത്ത് നടന്നത്. ഇന്ത്യയുടെ കണക്കുകൾ ഏറെയൊന്നും ആശ്വാസകരമല്ല. ഇന്ത്യയിൽ ഓരോ 2 മിനിറ്റിലും സ്ത്രീകൾക്കെതിരെ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു അതിക്രമം ഉണ്ടാകുന്നു, ഒരു കയ്യേറ്റം ഉണ്ടാകുന്നു എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ 2 മിനിറ്റിലും ഒരു കയ്യേറ്റം എന്നത് ഔദ്യോഗികമായ കണക്കാണ്. ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആയിരക്കണക്കിന് സംഭവങ്ങൾ, സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. ഇവയെക്കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം നാം മറക്കാൻ പാടില്ലാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. നാം പലപ്പോഴും സ്ത്രീ പീഡനം എന്ന പേരിൽ വ്യവഹരിക്കാറുള്ളത് ബലാത്സംഗത്തെക്കുറിച്ച് മാത്രമാണ്. സ്ത്രീ പീഡനം എന്ന് നാം വിളിക്കാറുള്ളത് മാനഭംഗത്തെക്കുറിച്ച് മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതുമല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ഒരു സ്ത്രീക്ക് നേരെ അന്യായമായി പുരുഷൻ നടത്തുന്ന ലൈംഗിക പ്രചോദിതമായ കയ്യേറ്റങ്ങളെ നാം സ്ത്രീ പീഡനം എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ സ്ത്രീ പീഡനം എന്ന് പറയുന്നത് അത് മാത്രമല്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് ഈ വിഷവിത്തുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയാനുള്ള ഊർജം നമുക്ക് സംഭരിക്കാൻ കഴിയുക. നമ്മൾ അറിയണം, വ്യഭിചാരം സ്ത്രീ പീഡനമാണ്. വ്യഭിചാരം സ്ത്രീ പീഡനമാണ്. പെണ്ണിന്റെ സമ്മതത്തോടുകൂടി നടക്കുന്ന വ്യഭിചാരം പോലും സ്ത്രീ പീഡനമാണ്. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പെണ്ണിന്റെയും ആണിന്റെയും ലൈംഗിക സവിശേഷതകൾ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട് എന്നത് തന്നെ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആനന്ദകരമായ ഒരു പ്രക്രിയയാണ് ലൈംഗിക ബന്ധം. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ലൈംഗിക പ്രക്രിയ കഴിഞ്ഞ് അവന്റെ ഈ ബന്ധത്തിൽ റോൾ അവസാനിച്ചു. എന്നാൽ പെണ്ണോ, അവൾ പുരുഷന്റെ ബീജം സ്വന്തം വയറ്റിൽ പേറുന്നു. അവിടെ അതൊരു കുഞ്ഞായി വളരുന്നു. അവൾ ഗർഭം ചുമക്കുന്നു, അതിന്റെ വേദനകൾ സഹിക്കുന്നു, പ്രസവിക്കുന്നു, കുഞ്ഞിനെ മുലയൂട്ടുന്നു, എല്ലാ പ്രയാസങ്ങളും സഹിച്ച് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പുരുഷനും പെണ്ണിനും ലൈംഗിക ബന്ധത്തിൽ നിന്ന് കുറച്ചു സമയത്ത് ആനന്ദം ലഭിക്കുന്നു. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നൈമിഷികമായ ആ പ്രക്രിയയോടുകൂടി എല്ലാം അവസാനിക്കുന്നു. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങൾ അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. അവൾക്ക് കുഞ്ഞുണ്ടാവുകയാണ്, ഗർഭമുണ്ടാവുകയാണ്, പ്രസവമുണ്ടാവുകയാണ്, മുലയൂട്ടലുണ്ടാവുകയാണ്.
ചോദ്യം ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പെണ്ണിന് തണലായി നിൽക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് എന്നതാണ്. സ്ത്രീക്ക് ഗർഭമുണ്ടാകുമ്പോൾ, സ്ത്രീ പ്രസവിക്കുമ്പോൾ, സ്ത്രീ മുലയൂട്ടേണ്ടി വരുമ്പോൾ, സ്ത്രീ കഷ്ടപ്പെട്ട് കുഞ്ഞിനെ വളർത്തുമ്പോൾ അവൾക്ക് തണലായി താങ്ങായി അവളുടെ കൂടെ നിന്ന് അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് ആ ഉത്തരവാദിത്തം പുരുഷനാണ് എന്ന്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്നതല്ല പുരുഷന്റെ ഉത്തരവാദിത്തം. മറിച്ച് ഒരു സ്ത്രീയുമായി ഏതെങ്കിലും അർത്ഥത്തിലുള്ള ബന്ധമുണ്ടാകേണ്ടത് ഒരു വിവാഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വിവാഹം വഴി അവൾക്ക് ഉറപ്പ് കൊടുക്കണം, നിന്നെ ഞാൻ സംരക്ഷിക്കും, നിന്നെ ഞാൻ സ്നേഹിക്കും, നിന്നോട് ഞാൻ കരുണ കാണിക്കും, നിന്റെ എല്ലാ പ്രയാസങ്ങളിലും നിനക്ക് താങ്ങും തണലുമായി ഞാൻ കൂടെയുണ്ടാകും എന്ന പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വിവാഹത്തോടുകൂടി പെണ്ണിന് താങ്ങ് ലഭിക്കുകയാണ്, തണൽ ലഭിക്കുകയാണ്, പെണ്ണിന് ആശ്വാസമുണ്ടാവുകയാണ്, ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗികതകൾ തമ്മിൽ പാരസ്പര്യമുണ്ടാവുകയാണ്. എന്നാൽ വ്യഭിചാരത്തിൽ സംഭവിക്കുന്നതെന്ത്? നൈമിഷികമായ ആനന്ദം എന്ന അർത്ഥത്തിൽ പുരുഷൻ അനുഭവിക്കുന്ന ഒരു ആസ്വാദനം. ആ ആസ്വാദനത്തിനപ്പുറത്ത് സ്ത്രീയുടെ പ്രയാസങ്ങളിൽ അവൾക്ക് താങ്ങായി തണലായി കൂടെ നിൽക്കാൻ ഈ പുരുഷനില്ല. അവന്റെ താൽക്കാലികമായ വികാരശമനത്തോടുകൂടി അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറിയണം, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളിൽ ഏറ്റവും പ്രസക്തമായ സ്ത്രീ പീഡനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യഭിചാരങ്ങളാണ്. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വലിയ വലിയ വേശ്യാ തെരുവുകളിൽ പോയി അവിടെ ചെന്ന് വ്യഭിചരിച്ച് തിരിച്ചു പോരുന്ന പുരുഷന്മാരാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്ത്രീ പീഡനം നടത്തുന്നത്. കേവലം ബലപ്രയോഗം വഴി ഉള്ള ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ മാത്രമാണ് സ്ത്രീ പീഡനം എന്ന് കാര്യങ്ങളെ ചുരുക്കിയെഴുതുന്നവർ യഥാർത്ഥത്തിൽ ആത്മവഞ്ചന മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം പ്രപഞ്ചനാഥൻ മനുഷ്യരെ പഠിപ്പിച്ചത് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള ലൈംഗികത വിവാഹം വഴി മാത്രമാകണം. ആ വിവാഹം വഴിയുള്ള ബന്ധത്തിൽ മാത്രമേ പെണ്ണിന് സുരക്ഷ ലഭിക്കുന്നുള്ളൂ, പെണ്ണിന് തണൽ ലഭിക്കുന്നുള്ളൂ. ആ തണൽ പെണ്ണിന് നിഷേധിക്കുന്ന, ആ സുരക്ഷ പെണ്ണിന് നിഷേധിക്കുന്ന ലൈംഗികത എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ഏർപ്പാട് മാത്രമായി ചുരുക്കുന്ന, പുരുഷന്റെ സുഖങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വിവാഹബാഹ്യ ലൈംഗിക ബന്ധങ്ങളെ പരിപൂർണമായി നിഷേധിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം അതാണ്. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 32-ാമത്തെ വചനം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓതി കേൾപ്പിച്ചു. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്യരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വളരെ മോശമായ ഒരു മ്ലേച്ഛവൃത്തിയാണ് എന്ന് ഖുർആൻ മാനവരാശിയെ പഠിപ്പിച്ചു. ആ സന്ദേശത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം അകന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹം അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ശരി ഒരുപക്ഷെ സമൂഹത്തെ ബോധപൂർവം അകറ്റുന്നു എന്ന് പറയുന്നതായിരിക്കും. മലയാളത്തിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആനുകാലികങ്ങൾ നാം ശ്രദ്ധിക്കണം. മാതൃഭൂമി ആഴ്ച പതിപ്പ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ നിർവഹിച്ച ഏറ്റവും വലിയ സാംസ്കാരിക ദൗത്യം വ്യഭിചാരം ഒരു തിന്മയല്ല എന്ന് മലയാളികളെ പഠിപ്പിക്കുകയാണ്. വിവാഹത്തിന് പുറത്ത് ലൈംഗികത ആസ്വദിക്കുന്നത് ഒരു തിന്മയല്ല എന്നും, ആണിനും പെണ്ണിനും സമ്മതമാണെങ്കിൽ ആർക്കും എപ്പോഴും ലൈംഗികതയാകാമെന്നും, അത്തരം ലൈംഗികതകൾ കേരളത്തിൽ വളർന്നു വരണമെന്നും, വിവാഹത്തിന്റെ തടവറയിലിട്ട് ലൈംഗികതയെ ചവിട്ടി ഞെരുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സിദ്ധാന്തിക്കുന്ന ബുദ്ധിജീവികളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഉദാര ലൈംഗികതയുടെ വിഷവിത്തുകൾ നട്ടുവളർത്താൻ പരിശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാതൃഭൂമി ആഴ്ച പതിപ്പ്. കൗതുകകരമായൊരു വഴിത്തിരിവുണ്ട്. കഴിഞ്ഞ ഈ മാസം ജനുവരി 13-ാം തീയതി മാതൃഭൂമി ആഴ്ച പതിപ്പ് പുറത്തിറങ്ങി. ആ മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ കവറിന്റെ പുറത്ത് വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട്. ആഗോളവൽക്കരണം എങ്ങനെയാണ് പെണ്ണിനെ ഉപയോഗിച്ച് വലിച്ചെറിയാവുന്ന ഒരു വസ്തുവാക്കി ചുരുക്കിക്കളഞ്ഞത്. ഇത് എന്റെ വാചകമല്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ 2013 ജനുവരിയിലക്കം പുറത്തിറങ്ങിയ ആഴ്ചപ്പതിപ്പിന്റെ കവർ പേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. കവറിൽ വലിയ അക്ഷരങ്ങളിൽ ചോദിച്ചിരിക്കുന്നു, ആഗോളവൽക്കരണം പെണ്ണിനെ എങ്ങനെയാണ് ഉപയോഗിച്ച് വലിച്ചെറിയാവുന്ന ഒരു അസംസ്കൃത വസ്തുവാക്കി തീർത്തത്. ഇവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, ഇസ്ലാമിക പ്രബോധകർ എത്രയോ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. എത്രയോ കാലമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണിത്.
ആഗോളവൽക്കരണത്തിന്റെ സ്ഥലകാലത്തിൽ സ്ത്രീ എങ്ങനെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നും അവരുടെ നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് എങ്ങനെയാണ് പുരുഷന്മാരെ മനോരോഗികളാക്കുന്നത് എന്നും ആ പുരുഷന്മാർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലൈംഗികമായ അതിക്രമങ്ങൾക്ക് മുതിരുന്നത് എന്നും ഇതിൽ മുതലാളിത്തത്തിനും മീഡിയക്കുമുള്ള പങ്കെന്താണ് എന്നും ഇവിടെ എത്രയോ നാളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയങ്ങളിൽ മുഴുവൻ ഈ ചർച്ചകളുടെ ശത്രുപക്ഷത്ത് നിലനിന്നുകൊണ്ട് ഇല്ല, യഥാർത്ഥത്തിൽ ഇവക്കൊന്നിനും തന്നെ ലൈംഗികമായ അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു പങ്കുമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചൊരാഴ്ചപ്പതിപ്പിന് പോലും ഗത്യന്തരമില്ലാതെ ഈ രീതിയിലുള്ള ആഗോളവൽക്കരണം സൃഷ്ടിച്ച സാമൂഹ്യ പരിസരത്തിന് പെണ്ണിന്റെ ജീവിതം അരക്ഷിതമാക്കി തീർത്തതിൽ വലിയ പങ്കുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. അതുകൊണ്ട് ഈ സന്ദർഭത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള മനസ്സാണ് ഈ സമയത്ത് നല്ല മനുഷ്യർക്ക് മുഴുവനും ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടുകൂടി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വ്യഭിചാരം സ്ത്രീ പീഡനമാണ്. വ്യഭിചാരം മാത്രമല്ല സ്ത്രീ പീഡനം. ഒരു പെണ്ണിന്റെ നഗ്നതയിലേക്ക്, അന്യ സ്ത്രീയുടെ നഗ്നതയിലേക്ക് കണ്ണയക്കുന്നത് സ്ത്രീ പീഡനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ് എന്ന് പഠിപ്പിച്ചതായി ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിന്റെ മുഖത്തേക്ക് പോലും, നഗ്നതയല്ലാത്ത ഭാഗങ്ങളിലേക്ക് പോലും ആവർത്തിച്ചു നോക്കുകയോ തുറിച്ചു നോക്കുകയോ ചെയ്യരുത് എന്ന് പുരുഷന്മാരോട് നിർദ്ദേശിച്ചതായി അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് വലിയ പാഠങ്ങളാണ്. ഇവിടെയുള്ള പുരുഷ സമൂഹത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം, പുരുഷന്മാരെ, നിങ്ങൾ വിവാഹം കഴിച്ച ഭാര്യമാരിലേക്കല്ലാതെ നിങ്ങളുടെ കണ്ണിന്റെ നോട്ടങ്ങൾ പായരുത്. അത് ഒരന്യ സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കുന്നത് സ്ത്രീ പീഡനമാണ്, വ്യഭിചാരമാണ്. സ്ത്രീ പീഡനം നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഏതെങ്കിലും ബസ്സിൽ വെച്ച് ഏതെങ്കിലും പെൺകുട്ടിയെ നാലാൾ കൂടി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തി പുറത്തേക്ക് വലിച്ചെറിയുന്നതിന്റെ പേര് മാത്രമല്ല സ്ത്രീ പീഡനം. മറിച്ച് ഏതെങ്കിലും സഹോദരിയുടെ ശരീരത്തിലേക്ക് അന്യായമായി കാമാസക്തിയോടുകൂടി കണ്ണുവായിക്കുന്നത് സ്ത്രീ പീഡനമാണ്, വ്യഭിചാരമാണ്. ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് താല്പര്യത്തോടുകൂടി ആവർത്തിച്ച് തുറിച്ചു നോക്കുന്നത് പോലും സ്ത്രീ പീഡനമാണ്.